അതെ, ഇതേ മുതൽ ഇതേ ഇവിടുന്ന് കുറ്റിയും പറിച്ചുകൊണ്ട് വരുന്നു. ലാലേട്ടനെ ലിപ് ലോക്ക് ചെയ്യണമെന്ന് പറഞ്ഞ കേട്ടു. ഇത് എന്താ സംഭവം? അല്ല, എനിക്ക് അറിയാൻ പറ്റത്തുണ്ട്. ചോദിക്കുക, പെണ്ണെ നിനക്ക് തലയ്ക്ക് എന്തെങ്കിലും സുഖമില്ലേ? അല്ല, സുഖമില്ലെങ്കിൽ ഹസ്ബൻഡിനോ വീട്ടുകാരോടോ ആരോടെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് ഡോക്ടറെ ഒന്ന് പോയി കാണാൻ പറ കേട്ടോ. ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ കയറി ഇങ്ങനെ ഒന്നും പറയല്ലേ. നിനക്ക് നാണമില്ലേ? ലാലേട്ടൻ്റെ ഒക്കെ ഒരു ലിപ് ലോക്ക് വേണമെന്ന് നിനക്ക് പറയാം. നിൻ്റെ ആഗ്രഹം ഇത്രയും വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു നിനക്ക്? എന്തോരം പേര്, എത്രയോ പെണ്ണുങ്ങൾ, എത്രയോ ചെക്കന്മാർ, ഞാനടക്കം ലാലേട്ടനെ ജസ്റ്റ് ഒന്ന് കാണാൻ പറ്റുമോയെന്ന്, ജസ്റ്റ് ഒന്ന് ദൂരെ നിന്നെങ്കിലും ഒന്ന് നേരിട്ട് നമുക്ക് ഡയറക്റ്റ് ഒന്ന് കാണാൻ പറ്റുമോ എന്നൊക്കെ ആഗ്രഹിക്കുന്ന കാലം. കൂടുതൽ വേണ്ട, ലാലേട്ടൻ്റെ അടുത്ത് നിന്നിട്ട് ഒരു സെൽഫി, നിനക്ക് അതെങ്കിലും ഒന്ന് പറഞ്ഞോടെ. ഇത്രയോ ആൾക്കാരെ ലാലേട്ടനെ ജസ്റ്റ് ഒന്ന് കാണാനും കൂടെ നിന്നൊരു സെൽഫി എടുക്കാനും ആഗ്രഹിച്ചുകൊണ്ട് നടക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് നിന്നെ പോലത്തെ ഒരു സാധനം വന്നിട്ട് പറയുവാണ് എനിക്ക് ലാലേട്ടൻ്റെ അടുത്തുനിന്ന് ഒരു ലിപ് ലോക്ക് വേണം. നിനക്ക് നാണമില്ലേ പറയാൻ? നിനക്ക് എവിടെ നിന്ന് കുറ്റിയും പറിച്ചുകൊണ്ടാണ് വരുന്നേ? നീ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇപ്പോൾ കണ്ടപ്പോൾ കൊട്ടാരക്കര എന്ന് കേട്ടു. കൊട്ടാരക്കരയാണോ അതിൻ്റെ വീട്? കൊട്ടാരക്കരയ്ക്കും കൂടെ കൂടിയിട്ട് നാണക്കേട് ആവാൻ വേണ്ടിയിട്ട് എവിടെ നിന്ന് കുറ്റിയും പറിച്ചുകൊണ്ട് വരുന്നു. അത് പിന്നെ നെക്സ്റ്റ് വേറൊരു വീഡിയോ കണ്ടു. അതിൻ്റെ അകത്ത് അതാരാ, ഹസ്ബൻഡാണോ ചേട്ടനാണോ എനിക്കറിയത്തില്ല, എന്നെ സപ്പോർട്ട് ചെയ്ത് പിടിക്കുന്നുണ്ട്. എന്നതാ സംഭവം? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഇനി എല്ലാവരും കൂടെ കൂടിയിട്ട് പ്ലാൻ ചെയ്തിട്ടാണോ? പിന്നെ രേണുസുതി വൈറലായി, അതുപോലെ തന്നെ നീയും വൈറലായി എന്ന് പറഞ്ഞിട്ട് നിന്നെപ്പോലത്തെ ഒരു സാധനത്തിന് ഞാൻ ഈ നിമിഷം ഒരു 10-15 മിനിറ്റ് മുന്നെയാണ് ഈ വീഡിയോ കാണുന്നത്. കണ്ടപ്പം തന്നെ എനിക്ക് തോന്നി റിപ്ലൈ തരണം. ഞാൻ എൻ്റെ ചേച്ചിയോട് ചോദിച്ചു ഇത് ഏതായി സാധനം എന്ന് ചോദിച്ചു. അവൾക്കും അറിയത്തില്ല, ഫ്രണ്ട്സിനും അറിയത്തില്ല. ഞാനിപ്പോൾ ബഹ്റിനിലാണ്. ഞാൻ ഇവിടെ നിന്ന് അറിയാവുന്നവരോടൊക്കെ കുറേ ചോദിച്ചു. ഇങ്ങനത്തെ ഒരു അവതാരത്തെ കണ്ടിട്ട് പോലുമില്ല. നിന്റെ ലിപ് ലോക്ക് വീഡിയോ ഞങ്ങൾ കണ്ടപ്പോഴത്തേക്കും ഞങ്ങൾ ഷെയർ ചെയ്തു. കണ്ടപ്പോഴത്തേക്കും പറയുക ഇത് എവിടെ നിന്ന് ഇതിന് മാനസികമായിട്ട് എന്തെങ്കിലും അസുഖം ഉണ്ടോയെന്ന്. അല്ല, ഞാൻ അറിയാൻ പലതും ചോദിക്കുക, നിനക്ക് എന്തെങ്കിലും തലയ്ക്ക് പ്രശ്നമുണ്ടോ? അല്ല, ഇത്രയും വലിയ ആഗ്രഹം നീ ചോദിച്ച കാരണം പറഞ്ഞതേ ഉള്ളൂ. ഇതുപോലെ ലാലേട്ടൻ്റെ മുന്നിൽ ലാലേട്ടൻ്റെ കൂടെ ലാലേട്ടനെ ജസ്റ്റ് ഒന്ന് കാണാൻ പറ്റുമോയെന്ന് നീ ആഗ്രഹിച്ചില്ല, അതൊരാഗ്രഹമാണ്. വേണ്ട, കൂടുതലും വേണ്ട. ലാലേട്ടൻ്റെ കൂടെ നിന്നിട്ട് ഒരു സെൽഫി എടുക്കാനോ ഒരു ഫോട്ടോ എടുക്കാനോ നമുക്കൊരു ചാൻസ് കിട്ടിയെങ്കിൽ അതും ഒരാഗ്രഹമാണ്. അതൊക്കെ നമുക്ക്. പക്ഷേ ഒരു ലിപ് ലോക്ക്, പിന്നെ നീ ചോദിക്കുന്നുണ്ട് ഒരാൾ അവിടെ നിന്നിട്ട് ഇപ്പം ഒരു 50 ലോക്കെങ്കിലും മിനിമം 50 പേർക്കെങ്കിലും കൊടുത്തു. അപ്പോൾ ആദ്യം എന്ന് പറഞ്ഞിട്ട് പിന്നെ വേഗം ആ പെണ്ണ് പറയുന്നുണ്ട് ഇല്ല ഞാൻ ഒരാൾക്കേ കൊടുത്തിട്ടുള്ളൂ, അത് വീഡിയോ ഏതാണ്ടൊക്കെയോ ഏതോ ഒരു വീഡിയോ ഉണ്ടെന്ന്. അപ്പോൾ ഹസ്ബൻഡിന് കൊടുക്കാൻ നേരെ അങ്ങോട്ടാണ് പോയത്. അല്ലെ, എനിക്ക് അറിയാൻ മേലത്തോണ്ട് ചോദിക്കാം. അറിയാൻ മേലത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞു തന്നാൽ പ്രശ്നമില്ല. അപ്പം നിനക്ക് ഇങ്ങനത്തെ ഒരു വാക്ക് എങ്ങനെ നിനക്ക് ഉപയോഗിക്കാൻ തോന്നി? രേണുസുതി വൈറലായി, അതിലൂടെ നീയും വൈറലായി. നിന്നോട് ആരാ പറഞ്ഞേ നീ വൈറലായോ? വൈറലായെന്ന് തന്നെയാണോ നീ ഉദ്ദേശിച്ചത്, അല്ലെങ്കിൽ അതിൻ്റെ അകത്ത് വാക്കുകൾ എങ്ങാനും മാറിപ്പോയോ? അല്ല, എനിക്കറിയാൻ മേലാത്തോണ്ട് ചോദിച്ചു എന്നേ ഉള്ളൂ. അറിയാമെങ്കിൽ ഒന്ന് പറഞ്ഞ് നീ ഒന്ന് കമൻറ്റ് ചെയ്യുക, എന്തെങ്കിലുമൊക്കെ ചെയ്യുക. ഞാനത് കേട്ട് നോക്കിക്കോളാം കേട്ടോ. പിന്നെ നിനക്ക് നാണമില്ലേ? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ തലയ്ക്ക് സുഖമില്ലെന്നും ഇപ്പം മനസ്സിലായി. ബട്ട് അത് ഇവിടെ കയറി പറയരുത് കേട്ടോ. ഇനി തൊട്ട് ഇങ്ങനത്തെ നീ ആഗ്രഹങ്ങളൊക്കെ വിട്. ലാലേട്ടനെ ആരാധിച്ച് നടക്കുന്ന കുറേ ആൾക്കാരുണ്ട്. ഇവരുടെ കയ്യിലൊന്നും നീ ഇങ്ങനത്തെ ആഗ്രഹം പറഞ്ഞുകൊണ്ട് പോയി പെടരുത്. അത്രയും മാത്രമേ ഇപ്പോൾ പറയുന്നുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ നിൻ്റെ ഒരു ആഗ്രഹം ഞാൻ പറഞ്ഞത് തെറ്റായി പോയെന്ന് പറഞ്ഞിട്ട് നെക്സ്റ്റ് ഒരു വീഡിയോ ഇട്. ഇത് കൊള്ളാം കേട്ടോ. ഇങ്ങനത്തെ ഒരു വൃത്തിയായിട്ട സാധനത്തിന് ഞാൻ ഈ അടുത്തൊന്നും കണ്ടിട്ടില്ല, ഇങ്ങനത്തെ അടുത്തൊന്നും. പിന്നെ രേണുസുതി എന്ന് പറയുന്നുണ്ട്. രേണുസുതി ഇപ്പം വൈറലാണ്. അവൾ വൈറലാണെങ്കിലും പിന്നെ ഇപ്പം ബിഗ് ബോസിൽ പോയപ്പം തന്നെ അവൾ മാക്സിമം ആൾക്കാരിലേക്ക്, അറിയാത്ത ആൾക്കാർ കൂടെ കൂട്ടിയിട്ട് അവളെ അറിഞ്ഞു തുടങ്ങി. അപ്പോൾ ബിഗ് ബോസിൽ നിന്ന് ബിഗ് ബോസിന് മുന്നേ എങ്ങനെയാണെന്ന് എനിക്ക് അതിനെക്കുറിച്ച് കറക്റ്റായിട്ട് അറിഞ്ഞുള്ള വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. പിന്നെ ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ അവൾ ഫേമസ് ആയല്ലോ. ഈ ബിഗ് ബോസ് എന്ന് പറഞ്ഞൊരു സംഭവത്തിൽ നിന്ന് അവൾ ഇറങ്ങിയാൽ തന്നെ അവൾ ഫേമസ് ആണ്, അവൾ വൈറലാണ്. പിന്നെ പ്രത്യേകിച്ച് അവളെ പറ്റി ഒന്നും പറയാനില്ല. പിന്നെ നീ എന്തിനാ ഈ പൊക്കിക്കൊണ്ട് നടക്കണേ? നിൻ്റെ ഈ ലാലേട്ടൻ എന്ന് പറഞ്ഞൊരു വാക്ക് തന്നെ നിൻ്റെ വായി നീ ചാടാനുള്ളൊരു അർഹതയും നിനക്കില്ല. ഓക്കെ, ശരിയാണ്. ഇത്രയെങ്കിലും പറഞ്ഞില്ലെങ്കിൽ എനിക്ക് സമാധാനമായിട്ട് പോയി കിടന്ന് ഉറങ്ങാൻ പറ്റത്തില്ല. ഓക്കെ, ബൈ.